ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രമേനോൻ സോഫകളിലും കസേരകളിലും അലസമായി കിടക്കുന്ന നായകളെ നോക്കി. 12-14 ഉണ്ടെന്ന് തോന്നി. ഇവിടെ നായ്ക്കളെ കൊടുക്കുന്നുണ്ടോ? അയാൾ വെറുതെ ചോദിച്ചു. ഇവയെല്ലാം ഞാൻ വളർത്തുന്നവയാണ്. മനുഷ്യരെക്കാൾ നല്ലവരാണ്. നമുക്ക് വിശ്വസിക്കാം. നമ്മൾ കൊടുക്കുന്ന സ്നേഹം നന്ദിയായും കൂറായും ഇതുപോലെ തിരിച്ചു തരുന്ന വേറൊരു ജീവിയുമില്ല ഭൂമിയിൽ. ഇത്രയും എണ്ണം മാത്രമല്ല മിസ്റ്റർ ബാലചന്ദ്രമേനോൻ, വേറെയുമുണ്ട്. എൻ്റെ അത്ഭുതം അതല്ല. എനിക്കൊരു പെൺകുട്ടിയെ അറിയാം. പേര് അലീന. അവൾക്കും നായ്ക്കളെ വലിയ ഇഷ്ടമാണ്. അവൾ വിളിച്ചാൽ നായ്ക്കൾ മതിൽ ചാടി കടന്നു വരും. റോഡിലൂടെ നടന്നു പോകുന്ന നായ്ക്കൾ അവളെ കണ്ടാൽ എവിടെയോ കണ്ടു മറന്ന ഒരു പരിചയക്കാരി എന്ന പോലെ സംശയത്തോടെ നോക്കി നിൽക്കും. ഓ ഐ സി. സ്റ്റാൻലി ജോസഫ് വിസ്മയത്തോടെ ചിരിച്ചു. അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമായിട്ടുണ്ടെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. ഈ വിഷയത്തിൽ കൂടി തന്നെ മുൻപോട്ട് പോകാൻ അയാൾ നിശ്ചയിച്ചു. ഒരിക്കൽ മുറിവേറ്റ് അവശയായി കിടന്ന അവൾക്ക് രക്ഷയായത് അയൽവീട്ടിലെ നായ്ക്കുട്ടിയുമായുള്ള സൗഹൃദമായിരുന്നു. അങ്ങനെ അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്നേഹിച്ചാൽ കൂടെ നിൽക്കും. താങ്കൾ പറഞ്ഞ പെൺകുട്ടി നായ്ക്കളെ വളർത്തുന്നുണ്ടോ? ഇല്ല, അവളുടെ അമ്മയ്ക്ക് അവറ്റകളെ കണ്ടുകൂടാ. ഒരിക്കൽ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. ഇത്രയും നായ്ക്കളെ ഒന്നിച്ച് കാണുന്നത് അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായും ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് തന്നെ. ബാലചന്ദ്രമേനോൻ്റെ ആ മറുപടി സ്റ്റാൻലി ജോസഫിനെ തെല്ല് അമ്പരപ്പിച്ചു. ഒരു പട്ടാളക്കാരൻ്റെതായ കരുതലും സംശയവും അയാളുടെ കണ്ണുകളിൽ കാണായി. താങ്കൾ എന്നെ എവിടെ വെച്ചാണ് പരിചയം? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്? ഞാൻ നിങ്ങളുടെ തറവാട്ടിൽ പോയിരുന്നു, പുനലൂരിൽ. അവിടെ നിന്നാണ് അഡ്രസ്സ് കിട്ടിയത്. ഓക്കേ. താങ്കൾ എന്താണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? അത് കുറച്ച് പഴയ കഥയാണ്. സ്റ്റാൻലി ജോസഫ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തെല്ലുറക്കെ വിളിച്ചു. ആൻ്റപ്പൻ. അല്പസമയം കാത്തിട്ടും പ്രതികരണമുണ്ടായില്ല. സ്റ്റാൻലി ജോസഫ് തൻ്റെ വലതുഭാഗത്തിരുന്ന് നായയെ തോണ്ടി. ആൻ്റപ്പൻ ഇവിടെ. നായ സോഫയിൽ നിന്ന് കുതിച്ചാടി വാതിൽ കടന്നുപോയി. എൻ്റെ ഓർഡറിലായിരുന്നു ആൻ്റപ്പൻ. ഞാൻ റിട്ടയർമെൻറ്റ് വാങ്ങി പോന്നതിൻ്റെ അടുത്ത വർഷം അയാളും പോന്നു. അതിനുശേഷം എൻ്റെ കൂടെയാണ്. അല്പം നിമിഷങ്ങൾക്കകം നായ ഓടി തിരിച്ചെത്തി. ആൻ്റപ്പൻ വാതിൽ തുറന്നു വന്നു. ഒരു ഗ്ലാസ് കൂടി എടുത്തു വയ്ക്ക്, സ്റ്റാൻലി ജോസഫ് ആൻ്റപ്പനോട് പറഞ്ഞു. എന്നിട്ട് ബാലചന്ദ്രനെ നോക്കി. താങ്കൾ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുമല്ലോ അല്ലേ? കഴിക്കും, പക്ഷേ ഇപ്പോൾ വേണ്ട. വൈനായാലോ? ഒന്നാന്തരം ഇറ്റാലിയൻ വൈനുണ്ട് ഇവിടെ. വൈനോ വിസ്കിയോ കഴിച്ച് വളരെ ലാഘവത്തോടെ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമല്ല എനിക്ക് സ്റ്റാൻലിയോട് സംസാരിക്കാനുള്ളത്. ഓക്കെ. സ്റ്റാൻലി ആൻ്റപ്പൻ്റെ നേർക്ക് ഒരാംഗ്യം കാണിച്ചു. അയാൾ പിൻവാങ്ങി വാതിലടച്ചു. സ്റ്റാൻലി മേശപ്പുറത്തിരുന്ന ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കാൻ ഭാവിച്ചപ്പോൾ ബാലചന്ദ്രമേനോൻ അഭ്യർത്ഥിച്ചു. മിസ്റ്റർ സ്റ്റാൻലിയും കുറച്ച് സമയത്തേക്ക് മദ്യപിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്റ്റാൻലി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഒരു മനുഷ്യന് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം എന്താണ്? അടുത്ത നിമിഷം തൻ്റെ തല അറ്റുപോകുമോ ഇല്ലയോ? പക്ഷേ അതുപോലും എത്ര നിസ്സാരം. മരണഭയത്തെ എന്നെ മറികടന്നു കഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ ഒരു തോക്കെടുത്ത് എൻ്റെ തലയ്ക്ക് നേരെ നീട്ടി ഞാൻ നിങ്ങളെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന് പറയാം. അയാൾ വിസ്കി ഗ്ലാസ്സിലേക്ക് പകർന്നു. തെർമോ വെയറിൻ്റെ അടപ്പ് തുറന്ന് 2 ഐസ് ക്യൂബുകൾ എടുത്ത് ഗ്ലാസ്സിലിട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ പോലും ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അയാൾ ഗ്ലാസ് എടുത്ത് സിപ്പ് ചെയ്തു. ഞാൻ രാവിലെ തുടങ്ങും സുഹൃത്തെ, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അയാൾ ഗ്ലാസ് ടീപ്പോമേൽ വെച്ചു. എനിക്ക് വളരെ നല്ലൊരു മദ്യശേഖരണമുണ്ട്. ലോകത്ത് കിട്ടാവുന്ന മിക്കവാറും എല്ലാ ലേബലുകളും ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻലി അഭിമാനത്തോട് പറഞ്ഞു. ബാലചന്ദ്രമേനോന് പാലായിൽ താങ്കൾക്ക് എന്ത് ബിസിനസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞില്ല. അത് റബ്ബറിൻ്റെ നാടല്ലേ? സ്റ്റാൻലി ചോദിച്ചു. എനിക്ക് റബ്ബറില്ല. ഞാനൊരു ജ്വല്ലറിയും ടെക്സ്റ്റൈൽ ഷോപ്പും നടത്തുന്നു. അത് കൊള്ളാം. ശരി, നിങ്ങൾ വന്ന കാര്യം പറയൂ. എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി തന്നാൽ മതി. 23 വർഷം മുമ്പുള്ള സ്റ്റാൻലി ജോസഫിനെക്കുറിച്ച് മാത്രമേ എനിക്ക് കേട്ടറിവുള്ളൂ. താങ്കൾ അന്ന് ആഗ്ര കൻ്റോൺമെൻറ്റിൽ ക്യാപ്റ്റനായിരുന്നു അല്ലേ? കുറച്ചു കാലം ഞാൻ ആഗ്ര ക്യാൻറ്റിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ അല്ല, ലഫ്റ്റനൻറ്റ്. ആഗ്ര കൻ്റോൺമെൻറ്റിൽ അന്ന് ഒരു ഗംഗാധരമേനോൻ ഉണ്ടായിരുന്നു. പാലാ സ്വദേശിയാണ്. അന്ന് മേജർ റാങ്കിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. കനത്ത പുരുവങ്ങൾ ഒന്നുകൂടി വളഞ്ഞു. എനിക്കറിയാം, ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഓക്കെ. അക്കാലത്ത് ഗംഗാധരമേനോൻ്റെ ഇളയ സഹോദരി
അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്നു. സെൻറ്റ് ക്ലെയർ സ്കൂളിൽ അവൾ കുറേ നാൾ ജോലി ചെയ്തിട്ടുമുണ്ട്. സ്റ്റാൻലി ബാലചന്ദ്രമേനോനെ സൂക്ഷിച്ചു നോക്കി. തൻ്റെ കണ്ണുകൾക്ക് നേരെ ഒരാൾ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് പോലെയാണ് ബാലചന്ദ്രമേനോന് തോന്നിയത്. അത്ര തീക്ഷണമായിരുന്നു ആ നോട്ടം. ശരിയാണ്, സ്റ്റാൻലി പിറുപിറുത്തു. നിങ്ങൾ ആ സ്ത്രീയെ അക്കാലത്ത് പ്രണയത്തിലായിരുന്നു. ഗംഗാധരമേനോൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫോമായി പോയപ്പോൾ അയാളുടെ സഹോദരി കൂടെ പോയില്ല. സെൻറ്റ് ക്ലെയർ സ്കൂളിൽ ജോലി തുടരണമെന്ന് പറഞ്ഞ് ആഗ്രയിൽ തന്നെ തങ്ങി. അത് നിങ്ങൾക്ക് വളരെ സൗകര്യമായി. നിങ്ങളും അവളും തമ്മിൽ കൂടുതൽ അടുത്തു. നിങ്ങൾ വളരെ രഹസ്യമായി രജിസ്റ്റർ മാരേജ് നടത്തിയ ശേഷം അവളെ ആഗ്രയിൽ നിന്നും കുറച്ച് അകലെയുള്ള ഏതോ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. അവർക്ക് സ്കൂളിലുണ്ടായിരുന്ന ജോലിയും രാജിവെപ്പിച്ചു. ഗംഗാധരമേനോനോ കൊല്ലപ്പള്ളിയിലുള്ള വീട്ടുകാരോ ഇതറിയുന്നില്ല. ഒരു നാൾ ഗംഗാധരമേനോൻ സഹോദരിയെ അന്വേഷിച്ച് ആഗ്രയിലെത്തിയപ്പോൾ അവളെ കാണാനില്ല. നിങ്ങളാണെങ്കിൽ ലീവിലും. ഒടുവിൽ അയാൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. എയർഫോഴ്സ് ക്യാമ്പിൽ തന്നെയുള്ള സെൻറ്റ് ക്ലെയർ സ്കൂളിൽ കാമുകിക്ക് ജോലി സംഘടിപ്പിച്ചു കൊടുത്തത് പോലും നിങ്ങളുടെ ബുദ്ധിയായിരുന്നുവെന്ന്. ബാലചന്ദ്രമേനോൻ്റെ വാക്കുകളിൽ അയാൾ അറിയാതെ തന്നെ സ്തോഭം കടന്നുകൂടി. ചെറിയ കിതപ്പോടെ അയാൾ ഒന്ന് നിർത്തി. ഒരു ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെ തൻ്റെ സ്വരത്തിൽ അസഹിഷ്ണുത കലരുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. സ്റ്റാൻലി ഇമയനക്കാതെ നോക്കിയിരിക്കുകയാണ്. അയാളുടെ കൃഷ്ണമണികൾ പോലും ചലിക്കുന്നില്ല. വൈജയന്തി എന്നായിരുന്നു അവളുടെ പേര്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ മകൾ വൈജയന്തി. സ്റ്റാൻലിക്ക് മിണ്ടാട്ടമില്ല. ആഗ്രയ്ക്കടുത്ത് നിങ്ങൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഗംഗാധരമേനോൻ അവളെ കണ്ടെത്തുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഗംഗാധരമേനോൻ വൈജയന്തിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ അന്ന് ആഗ്രയിലേ അല്ല, അടിയന്തരമായി ലീവെടുത്ത് പുനലൂരിലേക്ക് പോയിരിക്കുകയായിരുന്നു. താങ്കൾ ഇതുവരെ പറഞ്ഞതത്രയും ശരിയാണ്. സ്റ്റാൻലി ജോസഫ് അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. ഗംഗാധരമേനോൻ്റെ ബന്ധുവാണോ താങ്കൾ? ഞാൻ ആരാണെന്ന് പിന്നാലെ പറയാം. ഇതുകൂടി കേൾക്കുക. വൈജയന്തിയെ ആഗ്രയിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചെങ്കിലും അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ മാനക്കേട് ഭയന്ന് കുഞ്ഞിരാമമേനോനും ആൺമക്കളും അവളെ കൊല്ലപ്പള്ളിയിലെ തറവാട്ടിലേക്ക് കൊണ്ടുപോയില്ല. തിരുവനന്തപുരത്ത് രാവണിമേനോൻ എന്ന ബന്ധുവിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. നിങ്ങളുമായുള്ള വിവാഹം വീട്ടുകാർ വേണ്ടതുപോലെ നടത്തി കൊടുക്കണമെന്ന വൈജയന്തിയുടെ നിർബന്ധവും അംഗീകരിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് ഗംഗാധരമേനോനും അനുജന്മാരും ചേർന്ന് അവളെ അനുനയിപ്പിച്ചു നിർത്തി. നിങ്ങളെ കണ്ടുപിടിച്ച് സംസാരിച്ചു പിന്തിരിപ്പിക്കാമെന്നു കരുതി പുനലൂരിലെ തറവാട്ടിലെത്തി. അവർ അറിയുന്നു നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഗുരുതരമായി പരിക്കുപറ്റി എറണാകുളത്തെ ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വൈജയന്തിക്ക് അറിയില്ല, അവളുടെ വീട്ടുകാർക്കും അറിയില്ല. സ്റ്റാൻലി സിഗർ പാക്കറ്റ് എടുത്തു തുറന്നു. ബാലചന്ദ്രമേനോൻ്റെ നേർക്ക് നീട്ടി. ഹാവ് എ സിഗർ? നോ. ബാലചന്ദ്രമേനോൻ നിരസിച്ചു. സ്റ്റാൻലി ഒരെണ്ണം എടുത്ത് ചുണ്ടത്ത് വെച്ചു. ലൈറ്റർ തെളിയിച്ചു കൊളുത്തി. എനിക്കെന്ത് സംഭവിച്ചുവെന്ന് താങ്കൾ പറഞ്ഞൊഴിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഏകദേശം 3 മാസത്തോളം കോമയിലായിരുന്നു എന്നു വേണമെങ്കിലും പറയാം. കണ്ണ് തുറക്കാം, കാണാം, ആളുകളെ തിരിച്ചറിയാം, അത്രമാത്രം. പിന്നീട് 6 മാസത്തോളം പുനലൂരിലെ തറവാട്ടിലായിരുന്നു. കുറേ കാലം പ്ലാസ്റ്ററിൽ, പിന്നെ വീൽചെയറിൽ, ഒടുവിൽ ക്ലച്ചറിൽ. പൂർണ്ണ ഗർഭിണിയായ വൈജയന്തിയെ ആഗ്രയിലെ വാടക വീട്ടിൽ വിട്ടിട്ട് പോയ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് അവളെപ്പറ്റി അന്വേഷിച്ചില്ല? പോയി അന്വേഷിക്കാൻ കഴിയുന്ന സ്ഥിതിയിലായിരുന്നില്ല ഞാൻ. അന്നത്തെ പരിമിതമായ ടെലിഫോൺ സൗകര്യങ്ങളെക്കുറിച്ച് ഒരന്വേഷണം നടത്തി. ഗംഗാധരമേനോൻ വൈജയന്തിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് എനിക്ക് ആഗ്രയിൽ നിന്നും കിട്ടിയ വിവരം. അപ്പോഴേക്കും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് 5 മാസത്തോളം കഴിഞ്ഞിരുന്നു. ആഗ്രയിൽ വെച്ച് തന്നെ പൂർണ്ണ ഗർഭിണിയായി കഴിഞ്ഞിരുന്ന വൈജയന്തി അതിനകം പ്രസവിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതിയാകുമല്ലോ. അതും ഞാൻ അറിഞ്ഞു. എൻ്റെ അനുജൻ ആൽബിയെ അയച്ച് അന്വേഷിപ്പിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് രഹസ്യമായിട്ടാണ് പ്രസവം എടുത്തതെന്നും ആ കുട്ടി മരിച്ചുപോയെന്നും അവന് വിവരം കിട്ടി. അന്ന് എനിക്ക് യാത്ര ചെയ്യാറായിട്ടില്ല, നടക്കാൻ പോലും സാധ്യമല്ല. പക്ഷെ പിന്നീട് ഞാൻ എൻ്റേതായ നിലയിൽ വീണ്ടും വരെ അന്വേഷണം നടത്തി. ആൽബി പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ബാലചന്ദ്രമേനോൻ്റെ ചുണ്ടുകൾ നിഗ്നഗർഭമായ ഒരു മന്ദഹാസമുണ്ടായി. വൈജയന്തിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങളുടെ ധർമ്മരോക്ഷം എനിക്ക് മനസ്സിലാകും മിസ്റ്റർ മേനോൻ. ഫോണിൽ വിളിച്ച് അന്വേഷിക്കാവുന്ന ഘട്ടത്തിൽ അങ്ങനെ ചെയ്തു. വൈജയന്തി വീട്ടിലും നാട്ടിലും ഇല്ല എന്ന് മറുപടി. എൻ്റെ അനുജനെ വിട്ട് അന്വേഷിച്ചിട്ടും വ്യക്തമായ ഒരു വിവരവും ലഭിച്ചില്ല. യാത്ര ചെയ്യാവുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ നേരിട്ട് കൊല്ലപ്പള്ളിയിൽ ചെന്നു. അവിടെ നിന്ന് എനിക്ക് ശരിയായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, കൈതയ്ക്കൽ മാളിക വീട്ടുകാർ എന്നെ അപമാനിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. വൈജയന്തി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക എളുപ്പമായി തോന്നിയില്ല. കൊല്ലപ്പള്ളിയിലോ പാലായിലോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞു.
അതോടെ നിങ്ങൾ അന്വേഷണം അവസാനിപ്പിച്ചു. ഫിറ്റ്നസ് വീണ്ടെടുത്തതോടെ ഞാൻ സർവീസിൽ തിരിച്ചെത്തി. വൈജയന്തിയുടെ വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് വ്യക്തമായിരുന്നെങ്കിലും ഗംഗാധര മേനോനെ കണ്ട് സംസാരിക്കാൻ ഞാനൊരു ശ്രമം നടത്തുകയുണ്ടായി. അയാൾ അന്ന് ഡൽഹിയിൽ RK പുരത്തെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തന്നില്ലെന്നത് പോകട്ടെ, എന്നെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റാനുള്ള ചരടുവലി നടത്തുകയും ചെയ്തു അയാൾ. അതോടെ ഞാൻ ആ ഫയൽ ക്ലോസ് ചെയ്തു. സ്റ്റാൻലി ഗ്ലാസ് എടുത്ത് 2 തവണ കൂടി സിപ്പ് ചെയ്തു. അയാളുടെ സമീപം ഇരുന്ന ജർമ്മൻ ഷെപ്പേർഡ് അതിൻ്റെ മൂക്കുകൊണ്ട് അയാളുടെ തോളത്ത് തോണ്ടി. സ്റ്റാൻലി മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ ഒന്നിളകി അക്ഷമ പ്രകടിപ്പിച്ചു. സ്റ്റാൻലി ടീപ്പോയിന്മേൽ ഇരുന്ന നീഡിൽ ഊരി മാറ്റിയ സിറിഞ്ച് എടുത്ത് അതിലേക്ക് മദ്യഗ്ലാസിൽ നിന്നും മദ്യം വലിച്ചെടുത്തു. ബാലേന്ദ്രമേനോൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കെ സ്റ്റാൻലി സിറിഞ്ച് നായയുടെ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു. അവൻ തല പൊക്കി നാവു നീട്ടി റെഡിയായി സിറിഞ്ചിൽ നിന്ന് അതിൻ്റെ വായിലേക്ക് മദ്യം ഒഴുകി വീണു. ഇനി അടങ്ങിയിരിക്കെ, അതിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് സ്റ്റാൻലി പറഞ്ഞു. അവൻ അനുസരണയോടെ സോഫമേൽ പടിഞ്ഞിരുന്നു. നായ്ക്കൾക്ക് മദ്യം നല്ലതാണോ? ബാലചന്ദ്രമേനോൻ ചോദിച്ചു. മനുഷ്യർ മദ്യം കഴിക്കുന്നത് നല്ലതാണോ? അല്ല. ആനയെ കള്ളു കുടിപ്പിക്കുന്നത് നല്ലതാണോ? അല്ല. സന്തോഷമാണ് പ്രധാനം. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇവർ അത് ആസ്വദിക്കുന്നുണ്ട്. ഒരു നായ 16 കൊല്ലം ജീവിച്ചിരുന്നേക്കും. അത് 15 പോയതുകൊണ്ട് ലോകത്തിനെന്ത് നഷ്ടം? ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഞാൻ 90 വർഷം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തിനെന്താണോ ലാഭം? അയാൾ അണഞ്ഞുപോയ ചുരുട്ടിന് വീണ്ടും തീ കൊളുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൈജയന്തിയെക്കുറിച്ചാണ്. ഞാൻ അവളെ 1 വർഷത്തോളം തെരഞ്ഞു. കണ്ടെത്തിയില്ല. അവൾക്ക് എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമായിരുന്നു എളുപ്പം. ഹോസ്പിറ്റലിൽ 3 മാസക്കാലം ഞാനുണ്ടായിരുന്നു. വീട്ടിൽ 6 മാസക്കാലം. അതിനുശേഷം ആഗ്രയിൽ 4 മാസം. അയാളുടെ ഭാഗത്തു നിന്ന് ഒരന്വേഷണം ഉണ്ടായില്ലെന്ന് ഞാൻ കരുതുന്നു. അവിടെ നിങ്ങൾക്ക് തെറ്റി. ബാലചന്ദ്രമേനോൻ ഇടയ്ക്ക് കയറി. നിങ്ങളുടെ വീട്ടുകാരും വൈജയന്തിയുടെ വീട്ടുകാരും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. വൈജയന്തിയെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിൽ നിങ്ങളുടെ വീട്ടുകാർ പ്രകടിപ്പിച്ച അതേ എതിർപ്പ് തന്നെ വൈജയന്തിയുടെ വീട്ടുകാർക്കും നിങ്ങളോടും ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കരുതെന്ന് എന്ന കാര്യത്തിൽ 2 വീട്ടുകാരും ചേർന്ന് ഒരു ധാരണയിലെത്തി. നിങ്ങൾ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലാണെന്നുള്ള വിവരം വൈജയന്തിയെ ആരും അറിയിച്ചില്ല. പകരം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താനുള്ള സന്നദ്ധത ഗംഗാധര മേനോനും അനുജന്മാരും വൈജയന്തിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ട് അതേക്കുറിച്ച് ആലോചിക്കാനെന്ന നാട്യത്തിൽ പുനലൂരിലേക്ക് പോയി. എന്നിട്ട് മടങ്ങി വന്ന സ്റ്റാൻലിയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും അവർ സ്റ്റാൻലിക്ക് വേറെ വിവാഹം നിശ്ചയിച്ചുവെന്നും വൈജയന്തിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനിടയിൽ വൈജയന്തിയുടെ പ്രസവം നടന്നു. നിങ്ങളുടെ വേറൊരു ക്രിസ്ത്യൻ യുവതിയും തമ്മിൽ വിവാഹിതയാകുന്നു എന്ന വിവാഹ ക്ഷണക്കത്ത് അച്ചടിച്ച് വൈജയന്തിയെ കാണിച്ചതോടെ അവരുടെ ജോലി കഴിഞ്ഞു. വൈജയന്തി നിശബ്ദയായി. പ്രസവത്തോടെ കുട്ടി മരിച്ചു പോയതായും നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചതായും തെറ്റിദ്ധരിക്കപ്പെട്ട വൈജയന്തിക്ക് ഇനി വീട്ടുകാരെ അനുസരിക്കുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. ഗംഗാധര മേനോൻ അവളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചു. നിങ്ങൾ ആ സമയമെല്ലാം ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് അവർക്ക് സൗകര്യമായി. ബാലചന്ദ്രമേനോൻ സംസാരിച്ചു കഴിഞ്ഞിട്ടും സ്റ്റാൻലി കുറേ നേരം മൗനമായിരുന്നു. പിന്നെ ചുരുട്ട് ആ സ്ത്രീയിൽ കുത്തിത്തിരുകി. ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ്. അന്ന് നടന്നതിനെപ്പറ്റിയെല്ലാം ചികഞ്ഞു നോക്കിയിട്ടെന്താ? വീണ്ടും വിചാരം നടത്തിയിട്ട് ഒരു ഫലവും ഉണ്ടാകാനില്ല. വൈജയന്തിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? ചുരുങ്ങിയ പക്ഷം അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അറിയാനെങ്കിലും. അതറിഞ്ഞിട്ട് എന്ത് ഫലം? അവൾ ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും എനിക്കെന്ത്? ഞാൻ അത്തരം വികാരങ്ങളെ മറികടന്നു കഴിഞ്ഞു. എന്നാലും നിങ്ങൾ സ്നേഹിച്ച സ്ത്രീയാണല്ലോ. നിങ്ങൾ മാരേജ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവളോടൊപ്പം 6 മാസത്തോളം നിങ്ങൾ താമസിച്ചിട്ടുമുണ്ട്. നിങ്ങളിൽ നിന്ന് അവൾ ഗർഭിണിയായി പ്രസവിച്ചു. ആ കാലമൊന്നും നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്നേയില്ലേ? ബാലചന്ദ്രമേനോൻ അമ്പരപ്പോടെ അയാളെ നോക്കി. പട്ടാളക്കാരന് എല്ലാ കാലത്തും ഒരു മുറിവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാനും അതിലേക്ക് ലാളിക്കാനും സമയമില്ല. അത് തുന്നിക്കൂട്ടി അടുത്ത യുദ്ധത്തിന് സന്നദ്ധനാവുകയാണ് വേണ്ടത്. ശബ്ദമില്ലാത്ത ഒരു ചിരിക്ക് ശേഷം അയാൾ തുടർന്നു. പിന്നെ ജീവിതത്തിൽ നാം കണ്ടുപോരുന്ന ചില ശീലങ്ങളും പാഠങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടല്ലോ. അത് വെച്ച് അനുമാനിക്കാവുന്നതേയുള്ളൂ. അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഡ്ഢിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. മക്കളും കുടുംബവും ഒക്കെയായി എവിടെയെങ്കിലും കഴിയുന്നുണ്ടാകും.
ദാറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. വിഡ്ഢി എന്ന പ്രസ്താവം ബാലചന്ദ്രമേനോനെ ക്ഷീണിപ്പിച്ചുവെങ്കിലും അയാൾക്ക് തൽക്കാലം മൗനം ആചരിച്ചു. അല്ലെങ്കിൽ എന്നെ നോക്കൂ, സ്റ്റാൻലി പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചില്ലേ? എനിക്ക് ഭാര്യയും കുട്ടികളുമില്ലേ? പ്രേമം വലുതാണെന്നും പ്രണയഭോജനം സർവസ്വമാണെന്നും കരുതുന്ന ഒരു കാലമുണ്ട്. ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ നഷ്ടപ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മ മധുരവും അതിൻ്റെ നീറ്റും സുഖകരവുമാണെന്ന് തോന്നിക്കുന്ന പ്രായത്തിൽ അതും ഞാൻ രസിച്ചു. ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു എല്ലാം വിഡ്ഢിത്തരങ്ങളാണെന്ന്. അതും ഞാൻ ആസ്വദിക്കുന്നു. നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ വൈജയന്തിയും വിവാഹിതയായി. അവൾക്ക് കുട്ടികളും ഉണ്ടായി. പാലായിലെ ഒരു കോളേജിൽ അധ്യാപികയാണ് അവളിന്ന്. വെരി 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 ഗുഡ്. ഒരാൾ നശിച്ചു പോയില്ല എന്ന് കേൾക്കാൻ സന്തോഷമുണ്ട്. അല്ലെങ്കിലും പ്രായോഗിക ബുദ്ധിയുള്ളവരായിരുന്നു ഞാൻ അറിയുന്ന വൈജയന്തി. ഒരു ചെറിയ മടയത്തരമേ അവൾ കാണിച്ചിട്ടുള്ളൂ. എന്നെ പ്രണയിച്ചു കളഞ്ഞു. സോ വാട്ട്? അവൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും. പക്ഷേ നഷ്ടപ്പെട്ടവർ വേറെയുണ്ട്. അവരുടെ നഷ്ടം വലുതാണ്. അത് എനിക്ക് മനസ്സിലായില്ല ബാലചന്ദ്രമേനോൻ. സ്റ്റാൻലി നിവർന്ന് സോഫയിലേക്ക് ചാരിയിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നാണല്ലോ നിങ്ങളും വൈജയന്തിയും അടക്കം സകലരും വിശ്വസിക്കുന്നത്. സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അതും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമായിരുന്നു. നിങ്ങളുടെ കുടുംബക്കാർക്ക് അതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വൈജയന്തിയുടെ അമ്മാവന്മാർ രാവണ്യമേനോനും അച്ഛൻ കുഞ്ഞിരാമമേനോനും അയാളുടെ ആൺമക്കൾക്കും അറിയാമായിരുന്നു. വൈജയന്തി പ്രസവിച്ചത് ചാപിള്ളയായിരുന്നില്ല, ജീവനുള്ള പെൺകുഞ്ഞിനെയാണ്. സ്റ്റാൻലിയുടെ നോട്ടം കൂർത്തും. അത് തൻ്റെ കൃഷ്ണമണികളെ തുളച്ചു കയറുമെന്ന് ബാലചന്ദ്രമേനോന് തോന്നി. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുട്ടി അവർ മനഃപൂർവ്വം കൊന്നുകളഞ്ഞില്ല. അത്രയ്ക്കും ക്രൂരത അവർ കാണിച്ചില്ല. പകരം ഒരു ഓർഫനേജിനെ ഇഷ്ടദാനമായി നൽകി. 23 വർഷം അവൾ ഒരു അനാഥ കുട്ടിയായി ജീവിച്ചു. ബാലചന്ദ്രമേനോൻ ഒരു നിമിഷം നിർത്തി. സംശയിക്കേണ്ട, അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവളാണ് ഞാൻ മുമ്പേ പറഞ്ഞ അലീന. നിങ്ങളെപ്പോലെ തന്നെ നായ്ക്കളെ സ്നേഹിക്കുന്ന പെൺകുട്ടി. സ്റ്റാൻലി അനങ്ങിയില്ല. അയാളുടെ അരികെ കൈകൾ മടങ്ങി. പടിഞ്ഞു കിടന്ന ജർമ്മൻ ഷെപ്പേർഡ് എഴുന്നേറ്റ് മുൻകാലുകൾ സോഫയിലേക്ക് ഊന്നി നിവർന്നിരുന്നു. ബാലചന്ദ്രമേനോൻ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് വികാരഭേദങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. സ്റ്റാൻലി അർത്ഥരഹിതമായി 2-3 തവണ തലയാട്ടി. ഞാൻ പറഞ്ഞത് ഈ പട്ടാളക്കാരന് വിശ്വാസമായിട്ടില്ലെന്ന് ബാലചന്ദ്രമേനോന് തോന്നി. എനിക്ക് 23 വയസ്സുള്ള ഒരു മകളുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. സ്റ്റാൻലി ഗൗരവം ഭാവിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ശബ്ദം ദുർബലമായിപ്പോയി. കൃത്യമായി പ്രായം എന്നേക്കാൾ നിങ്ങൾക്കായിരിക്കും അറിയാവുന്നത്. ചിലപ്പോൾ 23.5 കഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകൾ തന്നെയാണോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകളൊക്കെ ഇക്കാലത്ത് നിലവിലുണ്ട്. തർക്കിച്ചില്ലല്ലോ ഞാൻ. നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും. എൻ്റെ കൂടെ താമസിക്കുന്ന കാലത്ത് വൈജയന്തി ഗർഭിണിയായിരുന്നു. ലോകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ കണ്ണടച്ച് നിഷേധിക്കുന്നില്ല. ബാലചന്ദ്രമേനോൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ ഈ ഒരു കരു എൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നതല്ലല്ലോ, ആണോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ ഇങ്ങനൊരു വെളിപ്പെടുത്തലുമായി നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം? ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഞാനൊരു പിശുക്കനൊന്നുമല്ല. എന്തെങ്കിലും കൊടുക്കാം. അതോ എൻ്റെ സ്വത്ത് ഒരു ഷെയർ അവൾക്ക് കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ബാലചന്ദ്രമേനോൻ ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തല വെട്ടിച്ചു. നിങ്ങൾ ഒന്നും തരണ്ട. അവളുടെ അച്ഛൻ എങ്ങനെയായിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. അവൾ എൻ്റെ മകളായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഒരിക്കലും കാണാത്ത നിങ്ങളോട് അസൂയ തോന്നിയിട്ടുമുണ്ട്. ഇപ്പോഴവൾ എൻ്റെ മകളെപ്പോലെ എന്നല്ല അതിനർത്ഥം. എന്നെയാണ് അവൾ അച്ഛനെപ്പോലെ കരുതുന്നത്. അച്ഛ എന്നാണ് വിളിക്കുന്നതും. എന്നാലും അതിനുമപ്പുറത്തേക്ക് നമുക്കൊരു സ്വാർത്ഥതയുണ്ടാകുമല്ലോ. സ്റ്റാൻലി ജോസഫ് ഗൗരവം വിടാതെ നെറ്റി ചുളിച്ച് അയാളെ നോക്കി. നിങ്ങൾ ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വൈജയന്തിയുടെ ഫാമിലിയിൽപ്പെട്ട ആരോ ആണെന്ന് ഞാൻ ഊഹിക്കുന്നു. മേനോൻ എന്ന വാൽ ഉള്ളതുകൊണ്ട് അല്ലേ? ഞാൻ വൈജയന്തിയുടെ ഫാമിലിയിൽ പൊട്ടിമുളച്ചയാളല്ല. വൈജയന്തിയെ എൻ്റെ ഫാമിലിയിലേക്ക് ചേർക്കുകയായിരുന്നു. മനസ്സിലായില്ല മിസ്റ്റർ മേനോൻ. താങ്കൾ അല്പം മുമ്പ് ഒരു വിഡ്ഢിയെക്കുറിച്ച് പരാമർശിച്ചില്ലേ? ആ വിഡ്ഢി ഞാനാണ്. കൈതക്കൽ മാളക വീട്ടിൽ വൈജയന്തിയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. അവളുടെ ആദ്യ പുരുഷൻ നിങ്ങളായിരുന്നുവെന്നും 23 വർഷം മുൻപ് നിങ്ങൾ അവളിലേക്ക് കുഞ്ഞിനെ ജനിപ്പിച്ചിരുന്നുവെന്നും ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ബാലചന്ദ്രമേനോൻ സ്വരത്തിൽ ആത്മനിന്ദ സ്ഫുരിച്ചിരുന്നു. സ്റ്റാൻലിയുടെ മുഖം വിവർണമായി. യുദ്ധരംഗങ്ങളിൽ ശത്രുസൈന്യത്തിനെതിരെ പതറാതെ മുന്നേറിയിട്ടുള്ള അയാൾക്കിപ്പോൾ ബാലചന്ദ്രമേനോനെ അഭിമുഖീകരിക്കാൻ വിഷമമായി. ഒരു നീണ്ട
ഫ്ലവർ വേസ് പോലെ തോന്നിച്ച മദ്യക്കുപ്പി എടുത്ത് അയാൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. അപ്പോൾ അളവ് തെറ്റുകയും കുപ്പി മാറ്റിയപ്പോൾ കുറച്ച് മദ്യം ടീപ്പോയമേൽ വീഴുകയും ചെയ്തു. ഐസ് ക്യൂബുകൾ ഇടാതെ, സോഡ ഒഴിക്കാതെ സ്റ്റാലിൻ ജോസഫ് ഗ്ലാസ് എടുത്ത് ദ്വാഹാർത്തനെ പോലെ മുന്തി.